പൊറാട്ടയൊക്കെ ബാക്കി വരുന്ന സമയത്ത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാട്ടോ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു മുട്ട എടുക്കാം. ഒരു പൊറാട്ടയ്ക്കാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട എടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതവിടെ മാറ്റി വെക്കുക കേട്ടോ. ഇനി വേറൊരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ ഒരു പൊറാട്ട ചേർത്ത് കൊടുക്കാം. ഈ പൊറാട്ട ഇപ്പോൾ സോഫ്റ്റ്നെസ് ഇല്ല, നമ്മളിത് ബാക്കി വന്ന പൊറാട്ടയാണല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൊറാട്ടയാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതിയേ, അല്ലെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോവും. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. അത് ചൂടായി വരുമ്പോൾ അത് കുക്കായി വന്നോളും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആവാത്ത ഭാഗങ്ങളിലേക്കൊക്കെ ആക്കി കൊടുക്കുക. അപ്പം ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തൊക്കെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അതേപോലെ അടിഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ക്രിസ്പിനെസ്സും വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ആ ഒരു എഗ്ഗൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിൻ്റെ പകുതിയൊക്കെ മുഴുവൻ വേണ്ടി വരില്ല കേട്ടോ, വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മൊസറല്ല ചീസാട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുട്ടികളെ പറ്റിക്കാൻ ഒരു പിസ്സ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിന് നമ്മൾ തട്ടിക്കൂട്ടുന്ന ഒരു പിസ്സയാണ് പൊറാട്ട വെച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ മൊസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തതുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പിസ്സയുടെ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ. പിന്നെ നമ്മൾ പിസ്സ സോസ് ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം, ഒന്ന് 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ചീസ് മെൽട്ടായി വരുന്ന അത്രയും ടൈം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊറാട്ടയാണ്, അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളെ പറ്റിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ ചൂടോടുകൂടെ തന്നെ കഴിക്കണം. ചൂടാറിയാൽ ഈ ചീസൊക്കെ അത് കട്ടിയായി പോവും. അപ്പോൾ ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിഭാഗം ചെറിയൊരു ക്രിസ്പിനെസ്സും മുകൾ ഭാഗത്ത് ഇതുപോലെ ചീസും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു പലഹാരമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.